തിരുവോണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സും എടുത്തു വെച്ച് മടക്കി തേച്ച് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഉത്രാടം ദിവസം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രാവിലെയിലേക്കായിരുന്നു നമ്മുടെ കടത്തം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവോണ ദിവസം രാവിലെ തന്നെ സർപ്രൈസായിട്ട് ഇതാ ഏട്ടനും കുഞ്ചും വന്നതായിരുന്നു. ഭയങ്കര അടിപൊളി സർപ്രൈസായിരുന്നു. നവംബറിലും ഡിസംബറിലും വരുന്നു പറഞ്ഞ ആൾക്കാരാണ് പെട്ടെന്ന് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മുന്നിൽ നിൽക്കുന്നത്. ഭയങ്കര സർപ്രൈസ് ആൻഡ് അടിപൊളി ഓണമായിരുന്നു ഇപ്രാവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചക്ക് പോകേണ്ട ഞാൻ രാവിലെ തന്നെ കുളിച്ച് പിടിച്ച് സാരിയൊക്കെ ഉടുത്ത് നല്ല സെറ്റപ്പായിട്ട് നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മൂലത്തമ്പലത്തിൽ പോയി, പിന്നെ നമ്മൾ താറ്റൂട് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ സമയത്താണെങ്കിൽ ഷുട്ടൂന് കൂട്ടായിട്ട് ഇതാ ലച്ചുവേച്ചി ഉണ്ടായിരുന്നു. ലച്ചുവിനെ കണ്ടപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. ആളുടെ വളയെല്ലാം ഊരി എടുക്കുന്നുണ്ടായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ അമ്പലത്തിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു പൂക്കളം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ തിരിച്ചിതാ ലച്ചുവിനെയും കയറ്റിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ലച്ചുവിനോട് ചുമ്മാ ഇങ്ങനെ ഷുട്ടുള്ളതുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അവളെയും കൂടെ കൂട്ടി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ആ ഒരു സർപ്രൈസും പരിപാടിയും ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ അമ്മയൊന്നും വീട്ടിലുണ്ടായിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇവരെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ ഇതെൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെ പൂവിടാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത് ഹാഫ് ഓഫ് ദ വേ ആയപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും തലവേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എണീച്ച് പോയി. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ വരുന്ന കാര്യം അറിയില്ല, അതുകൊണ്ട് നമ്മൾ 4 ആൾക്കാർക്ക് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കുഴപ്പമില്ല, അവർ കുഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് സദ്യ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. നമ്മളിതാ റെഡിയായി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഷുട്ടു ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം അവിടെ എത്തി ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ ആളുടെ ഉറക്കവും കാര്യമൊക്കെ പോയിക്കോളും. അങ്ങനെ അവളിതാ ഓടി ചാടി കളിക്കായിരുന്നു. അവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡായിരുന്നു ആൾക്ക്. ഞാൻ വിചാരിച്ചില്ല ഏട്ടനെയും കുഞ്ചുവിനെയും കാണുമ്പോൾ അവൾ അത്ര പെട്ടെന്ന് പോകുന്നു. പക്ഷേ എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്ത് കാണുന്നതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അഡാപ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞി സദ്യ. ഞാൻ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി. ദെൻ വൈകുന്നേരം ആയപ്പോൾ നല്ല പഴുത്ത കുറച്ച് പഴം ഉണ്ടായിരുന്നു, നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കുഞ്ഞി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. എൻ്റെ അമ്മ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടനും ഏച്ചിയും ബിച്ചൂട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടു പിന്നെ അവരെ കണ്ട സ്ഥിതിക്ക് മാമൻ്റെയും അമ്മേൻ്റെയും പുറകെ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. ഒരേ കളിയായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആസ് യൂഷ്വൽ അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവനിങ് ആയപ്പോൾ രാത്രിയിലേക്ക് നമ്മൾ മുട്ടക്കറിയും പിന്നെ ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 3 ആളും കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പെരങ്ങിയിട്ട് കുറേ